അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്കാം. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, ഏശയ്യ 12:6 ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഒരു സിനിമ തിയേറ്ററിൽ ചെന്നാൽ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ മധ്യേ നമ്മളിരിക്കുന്നു. വലിയൊരു ക്രിക്കറ്റ് നടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ വളരെ ചുരുങ്ങിയ പേർ ആ മൈതാനത്തിൻ്റെ മധ്യേയുണ്ട്. നമ്മുടെ എല്ലാ തിങ്ങി നിറഞ്ഞ പ്രേക്ഷകരുടെ ഒരു കൂട്ടായ്മയുടെ നടുവിൽ അവരുണ്ട്. ഒരുത്തൻ മദ്യപിച്ച് ക്രുദ്ധനായി ഒരു ഷോപ്പിൽ കയറി ഒരുവനെ പിടിച്ച് റോട്ടിലിറക്കി അവനെ അടിച്ചും മർദ്ദിച്ചും ചോരയിൽ മുങ്ങി ഒരുപാട് ആളുകളുടെ മധ്യേ അവൻ ഒറ്റയ്ക്ക് കിടപ്പാണ്. വേദനയുടെ, പീഡനത്തിൻ്റെ, അസ്വസ്ഥതയുടെ ഇടയിൽ അവൻ, അതിൻ്റെയൊക്കെ മധ്യേ അവൻ തനിയെയാണ്. യെശയ്യാ പറയുന്നത്, ഇസ്രായേൽ, ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനത്തിൻ്റെ പരിശുദ്ധനായവൻ, അവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. ആര്? ഒരു സിനിമ നടൻ, ഒരു സിനിമ നടി, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ, അല്ലെങ്കിൽ മറ്റൊരു അത്ലറ്റിക് ഫീൽഡിലുള്ള ഒരാൾ, അല്ലെങ്കിൽ വലിയ പ്രതാപത്തിൻ്റെയും ധനത്തിൻ്റെയും ഉടമസ്ഥതയുള്ള ഒരാൾ, ഒരുപാട് ആളുകളുടെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. പക്ഷേ നമ്മുടെ മധ്യേ പരിശുദ്ധനായവൻ, ദൈവജനത്തിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ എഴുന്നള്ളി കൂടെയുണ്ട്, നമ്മുടെ മധ്യേയുണ്ട്, നമുക്ക് വേണ്ടി സന്നിഹിതനാണ് എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ അകത്തെയുള്ള ആത്മസന്തോഷം വലുതാണ്. അതിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.